ശ്രീ ജനാർദ്ദനൻ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ജനാർദ്ദനൻ, ദീർഘകാലത്തെ ഒരു അരനൂറ്റാണ്ട് കാലത്തെ ഓർമ്മയും പരിചയവും അത്തരം സന്ദർഭങ്ങളുമൊക്കെ ആയിരിക്കില്ലേ അങ്ങയുടെ മനസ്സിലേക്ക് ഇപ്പോൾ എത്തുന്നത്? ശ്രീനിവാസൻ എന്ന വ്യക്തിയെയും നടനെയും ഇപ്പോൾ എങ്ങനെ അനുസ്മരിക്കുന്നു? ഹലോ, അങ്ങ് കേൾക്കാമോ? ദീർഘകാലത്തെ ബന്ധമാണല്ലോ അങ്ങ് എങ്ങനെ ഓർക്കുന്നു ശ്രീനിയെ? വിയോഗത്തെ പറ്റി രാവിലെ തന്നെ അറിഞ്ഞു. പക്ഷെ ഇത് നമ്മുടെ കയ്യിരിക്കുന്ന കാര്യമില്ല. ഞാൻ എല്ലാ ചാനലിലും പറഞ്ഞ പോലെ ഞാനും അവസാനത്തെ റീൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ചെറുപ്പക്കാരനല്ല. അപ്പോ ഇത് എന്റെ ബുദ്ധിയിൽ തോന്നുന്നത് വെച്ചാല് നമ്മളെ കുറച്ചു കാലം ഇവിടെ ജീവിക്കുന്നു. നമ്മളെ സൃഷ്ടിച്ചു വിട്ട് ആൾ തിരിച്ചു വിളിക്കുമ്പോൾ തിരിച്ചു പോകും. അത്രയേ ഉള്ളൂ. ശ്രീനിവാസനെ സംബന്ധിച്ചിടത്തോളം സിനിമയുള്ള കാലത്തോളം ശ്രീനിവാസനെ ഓർമ്മിപ്പിക്കും. അതിനുള്ള വക ശ്രീനിവാസൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അഭിനേതാവായിട്ടും സ്ക്രിപ്റ്റ് റൈറ്ററായിട്ടും സംവിധായകനായിട്ടും എല്ലാ തുറയിലും നല്ലപോലെ പ്രശസ്തി നേടിയ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ സിനിമ ഉള്ളിടത്തോളം കാലം അതിന്റെ കൂടെ ശ്രീനിവാസന് ജീവിക്കും, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഇതിലുപരി അങ്ങനെ പോയപ്പോ വെറുതെ പോയില്ല. വളരെ പ്രഗത്ഭരായ രണ്ട് നല്ല സിനിമാക്കാരെ മലയാള സിനിമയ്ക്ക് സമർപ്പിച്ചിട്ടാണ് പുള്ളിക്കാരൻ പോകണം. രണ്ടു മക്കളും ഈ പറഞ്ഞതിന്റെ അച്ഛനെ പറഞ്ഞതിന്റെ ഡയറക്ഷനിലും അഭിനയത്തിലും മൂത്തവനാണെങ്കിൽ വിനീതനാണെങ്കിൽ സംഗീതത്തിലുമെല്ലാം നല്ല പ്രാഗൽഭ്യം ഉള്ള മനുഷ്യരാണ്. അപ്പൊ ആ കുട്ടികള് നന്നായിട്ട് വരട്ടെ. അത് കണ്ടിട്ടാണല്ലോ പോയത്. അവരുടെ ഭാവി സുരക്ഷിതമായ രീതിയിൽ ഒരു കുടുംബം കൊണ്ടുനടന്നു. ഒരു മനുഷ്യന് സാധിക്കേണ്ടതെല്ലാം സാധിച്ചു. സന്തോഷമായിട്ട് പോട്ടെ. നമുക്ക് പുറത്തു നിൽക്കുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യം, അതായത് ശ്രീനിവാസനോട് അടുത്തിട്ടുള്ളവർക്ക് ചെയ്യാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ആത്മാവിനെ നമ്മൾ നിത്യശാന്തി കിട്ടാൻ പ്രാർത്ഥിക്കണം. ഞാന് എന്റെ ദൈവങ്ങളോട് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് പോയി വരട്ടെ. സ്വർഗത്തിൽ ഒരു നല്ല സ്ഥാനം, ഒരു നല്ലൊരു ഇരിപ്പിടം ശ്രീനിവാസനുണ്ടാവും. അത് മാത്രമേ ഉള്ളൂ എനിക്ക് പറയാൻ. വേറൊന്നുമില്ല. ഈശ്വരന്റെ കുടിയരച്ചിന്റെ ചിന്തത്തിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാത്തിരിക്കുക, പോവാം. ജീവിച്ചിരിക്കുന്നവർ ജീവിച്ചിരിക്കട്ടെ. അത്രയേ ഉള്ളൂ. താങ്ക് യു. നമസ്കാരം.